നമസ്കാരം. ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജിന് പിന്നാലെ ദീപിക ദിനപത്രത്തിനും കത്തോലിക്ക സഭാ നേതൃത്വത്തിനുമെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനവുമായി പി.സി. ജോർജ്. മെത്രാൻമാർക്കെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങളും ജോർജ് നടത്തി. മെത്രാൻമാർ രാഷ്ട്രീയം പറഞ്ഞാൽ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും ഒരു ബഹുമാനവും കാണിക്കില്ലെന്നും പി.സി. ജോർജ് വ്യക്തമാക്കി. പൂഞ്ഞാറിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായിരുന്നു ജോർജ്. ഷോൺ എന്റെ മകനാണ്, അവൻ സത്യമേ പറയൂ. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മഠങ്ങളിലെല്ലാം വിളിച്ച് യു.ഡി.എഫിന് വോട്ട് ചെയ്യാൻ പറഞ്ഞു. മര്യാദയാണോ കാണിച്ചത്? അത് പറയാൻ അയാൾക്ക് എന്താണ് അവകാശം? പൂഞ്ഞാറിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളിൽ സഭയ്ക്ക് എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാനാണ്. എന്ത് കിട്ടിയിട്ടാണ് നാണം കെട്ടവർ യു.ഡി.എഫിന് വോട്ട് ചെയ്യണമെന്ന് പറയുന്നത്? സഭയെയും മെത്രാൻമാരെയും തള്ളിപ്പറയേണ്ടി വരും. ബോധവും വിവരവുമില്ലാത്തവരാണവർ എന്നാണ് പി.സി. ജോർജ് പറഞ്ഞത്. FCRA ബില്ല് വരുമെന്നും എതിർക്കുന്നവർക്ക് വീട്ടിൽ പോകാമെന്നും ജോർജ് കൂട്ടിച്ചേർത്തു. വിദേശത്തു നിന്നും പണം വാങ്ങുന്നതിന് കണക്കു നൽകിയാൽ എന്താണ് കുഴപ്പം? എന്നിട്ടും കത്തോലിക്ക സഭയാണ്, ക്രിസ്ത്യാനിയാണ് എന്ന് വിചാരിച്ച് അമിത്ഷാ സഭയോട് പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ ഏത് കണക്ക് തന്നാലും അപ്രൂവ് ചെയ്തേക്കാമെന്നും. എന്നിട്ടും എന്തിനാണ് ഇവന്മാർ കുരയ്ക്കുന്നത്? ഓരോ മെത്രാന്മാരും അവരുടെ രാഷ്ട്രീയമാണ് പറയുന്നത്. രാഷ്ട്രീയം പറയുന്ന മെത്രാന്മാരെ രാഷ്ട്രീയമായി നേടും, അവരുടെ ബഹുമാനം കാണിക്കില്ല. ദീപിക പത്രം വായിക്കുന്നവന് വട്ടാണ്, മെത്രാന്മാരല്ല സഭ. ഇവർ പറയുന്നത് മുഴുവൻ കേട്ട് നിൽക്കാനാകില്ല. എല്ലാ മതവിഭാഗങ്ങളും മാന്യമായി പെരുമാറണമെന്നാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. സഭ ബി.ജെ.പിയുമായി അടുക്കണമെന്ന് നിർബന്ധമില്ല. FCRA ബില്ല് വരുമെന്നതിൽ സംശയമില്ല. ആശങ്കയുള്ളവർ വീട്ടിൽ പോയി ഇരുന്നോട്ടെ. വിദേശത്തു നിന്നും വരുന്ന പണം എന്തിനു വേണ്ടി ചെലവഴിക്കുന്നുവെന്ന് കണക്ക് നൽകിയാൽ എന്താണ് കുഴപ്പം? മെത്രാൻമാർ ഊളത്തരം കൊണ്ട് നടക്കരുത്. ഞങ്ങളെ വേണ്ടാത്തവരെ ഞങ്ങൾക്കും വേണ്ട. പണ്ടായിരുന്നു മെത്രാനും കുത്രാനും പറയുന്നവർക്ക് ജനം വോട്ട് ചെയ്യുന്നത്, ഇപ്പോൾ അതിന് ആരെയും കിട്ടില്ല എന്നാണ് പി.സി. ജോർജ് പറഞ്ഞത്. എന്തായാലും പി.സി. ജോർജിൻ്റെ പ്രസ്താവനയ്ക്ക് നേരെ വലിയ ആക്ഷേപം ഉയരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഷ അതിരുവിട്ടതാണ് എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ മെത്രാന്മാർക്കെതിരെ സംസാരിച്ച ഭാഷ അതിരുവിട്ടതാണ് എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ഉയരുന്നത്. മെത്രാന്മാരോടുള്ള ബഹുമാനക്കുറവ് അദ്ദേഹത്തിൻ്റെ ഭാഷയിലുണ്ട് എന്നും FCRA ബില്ലിനെ അനുകൂലിക്കുന്ന നിലപാട് ശരിയല്ല എന്നുമുള്ളതാണ്. FCRA ബില്ല് വന്നപ്പോൾ തന്നെ കേരളത്തിലെ കത്തോലിക്ക സഭയിൽ നിന്നും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഈ പ്രതിഷേധം മുഖവിലക്കെടുക്കാതെയുള്ള പി.സി. ജോർജിന്റെ പ്രസ്താവനയ്ക്കെതിരെയും ആളുകൾ ആക്ഷേപം ചൊരിയുന്നുണ്ട്. എന്നാലും താൻ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പൂഞ്ഞാറിൽ വിജയിക്കുമെന്നാണ് പി.സി. ജോർജിന്റെ അവകാശപ്പെടൽ. കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി കത്തോലിക്ക സഭ ഇന്നും രംഗത്ത് വന്നിരുന്നു. ഒരു വർഗീയ സമൂഹത്തിൽ മാത്രം കയ്യടി ലഭിക്കാവുന്ന തീരുമാനങ്ങളാണ് തെരഞ്ഞെടുപ്പുകളിൽ മുഖ്യ വിഷയമാക്കിയതെന്നാണ് അവർ ഉന്നയിക്കുന്ന വിമർശനം. ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇപ്പോൾ നിർവചിക്കുന്നത് മതത്തിന്റെ സ്പന്ദമാപിനികളാലാണെന്ന യാഥാർത്ഥ്യത്തെ ഇനി മറച്ചുവെക്കുകയല്ല, അഭിസംബോധന ചെയ്യുകയാണ് വേണ്ടതെന്ന് കത്തോലിക്ക സഭ മുഖപത്രം വ്യക്തമാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിയുകയും വോട്ടിന്റെ സമ്മർദ്ദമൊഴിയുകയും ചെയ്തതിനാൽ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഒത്തുചേർന്ന് നവകേരളം കെട്ടിപ്പടുക്കണമെന്നും പത്രം മുഖപ്രസംഗത്തിലൂടെ ആഹ്വാനം ചെയ്തിരുന്നു.